ഹലോ ഗൈസ്, നാട്ടിൽ നിന്ന് വന്നിട്ടുള്ള വേറൊരു പാഴ്സലാണ് കേട്ടോ ഇത്. അമ്മ 2 ദിവസം ബാംഗ്ലൂരിൽ നിൽക്കാൻ വന്നപ്പോ കൊണ്ടുവന്നതാണ് കേട്ടോ ഈ ചക്ക. കൊണ്ടുവന്ന ദിവസം തന്നെ ആള് ചെറുതായിട്ടൊന്ന് പഴുത്തിട്ടുണ്ടായിരുന്നു. ഇതിപ്പോ അമ്മ നാട്ടിലെത്തിയിട്ട് 2 ദിവസമായി, എന്നിട്ടും ചക്ക മുറിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇത് നമ്മുടെ സാധാ പ്ലാവിലത്തെ ചക്ക അല്ല കേട്ടോ, നഴ്സറിയിൽ നിന്ന് കൊണ്ടുവന്ന് വെച്ച പ്ലാവിലത്തെ. അതുകൊണ്ട് തന്നെ മിക്കവാറും സീസണിലും അതിൽ ചക്ക ഉണ്ടാവും. ഞാൻ കല്യാണം കഴിഞ്ഞ് വരുന്ന സമയത്ത് ഈ പ്ലാവിലെ ചക്കയ്ക്ക് കുറച്ചുകൂടി വലിപ്പം, പക്ഷെ ഓരോ കൊല്ലം കഴിയുന്നതോറും ഇതിന്റെ വലിപ്പം കുറഞ്ഞു വരും. ചക്കട മാത്രമല്ല, ചക്കക്കുരുന്റെ വലിപ്പം കുറഞ്ഞു വരുന്നുണ്ട്. അതെന്താ അങ്ങനെ ഒരു പ്രതിഭാസം? വീട് മൊത്തം ചക്കയുടെ മണം വരുന്നപ്പോഴാണ് ഇതിനെ വെട്ടാൻ തീരുമാനിച്ചത്. പിന്നെ ഇന്നലെ സൺഡേയും കൂടി ആയതുകൊണ്ട് രണ്ടുപേരും ഒരുമിച്ച് വീട്ടിലുണ്ട്. ഇതാണ് 100 രൂപയുടെ അഭിനയത്തിന് 1000 രൂപയുടെ അഭിനയം കാഴ്ചവെക്കുന്നതിന്റെ. അങ്ങനെ ഞാൻ ചീത്ത പറഞ്ഞപ്പോൾ ആള് കുറച്ച് നോർമലായി. അതിന്റെ ഇടയിൽ എനിക്ക് തരാതെ ആദ്യത്തെ ചക്ക അവൻ തന്നെ കഴിച്ചു. ഫുഡിന്റെ കാര്യത്തിൽ പിന്നെ ഞങ്ങൾ അങ്ങനെയാണ്. ഈ വീഡിയോ എടുക്കുന്നതിന്റെ ഇടയിൽ എനിക്ക് ഇത് കഴിക്കാനും പറ്റും. ഞാൻ കൊതി വീഡിയോ വിചാരിച്ചിട്ടാ തോന്നുന്നു എനിക്കും തന്നൊരു കഷ്ണം. ഇതൊക്കെ ചക്ക മുറിക്കണേക്കാട്ടിലും മുന്നേ അതൊന്ന് ചൂഴ്ന്നെടുത്തതാണ്. നിങ്ങളുടെ അവിടേക്ക് ഈ ചക്കയുടെ പശേനെ എന്താ പറയാ? ഞങ്ങളുടെ അവിടെ മുളഞ്ഞെന്നാണ് കേട്ടോ പറയാ. ഈ ചക്കയ്ക്ക് അധികം മുളഞ്ഞൊന്നും ഉണ്ടായിരുന്നില്ല, വളരെ കുറച്ചുണ്ടായിരുന്നു. ഉള്ള മുളഞ്ഞാണെങ്കിലോ വലിയ പശയൊന്നും ഇല്ലാത്ത അധികം ഒട്ടിപ്പിടിക്കാത്ത മുളഞ്ഞായിരുന്നു. അത് ചിലപ്പോൾ ബഡ് ചെയ്ത പ്ലാവിലത്തെ ചക്ക ആയതുകൊണ്ടായിരിക്കും മുളഞ്ഞു കുറവ്. ഈ കൊല്ലത്തെ ഫസ്റ്റത്തെ ചക്കയാണ് ഗൈസ്. മധുരമുണ്ട് ഗൈസ്. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും ചക്കയല്ലേ, കുറച്ചൊക്കെ മുളഞ്ഞുണ്ടാകും. അതുകൊണ്ട് തന്നെ ചക്ക പറക്കണേന് മുന്നേ കുറച്ച് വെളിച്ചെണ്ണ കൈ പെരട്ടാന്ന് വിചാരിച്ചു. 2026 ഞങ്ങളുടെ ആദ്യത്തെ ചക്ക. ഈ ചക്കയ്ക്ക് നല്ല ഓറഞ്ച് കളറും നല്ല മധുരമാണ് കേട്ടുള്ളത്. അതുപോലെ തന്നെ കടിക്കുമ്പോൾ നല്ല ക്രിസ്പി ആയിട്ടും ഉണ്ടാകും. പിന്നെ ഈ കാണുന്നത് ചക്കച്ചോള അല്ല കേട്ടോ, ചക്കയുടെ ചകിണിയാണ്. ഇതിനും നല്ല മധുരമാണ്. ചക്കയുടെ ചൊളേനേക്കാട്ടിലും ടെസ്റ്റ് ഇതിനാന്ന് എനിക്ക് തോന്നാറ്. പറക്കുന്നതിന്റെ ഇടയിൽ കഴിച്ചിട്ട് ഇനി ഇത്രേ ബാക്കി. ഇനി ഒരു അരമുറി കൂടി വെട്ടാൻ. ലാസ്റ്റ് ചക്കമടലൊക്കെ ചെറിയ ചെറിയ കഷ്ണങ്ങൾ റോഡിലൂടെ പശു വരുമ്പോ അതിന് കൊടുക്കാം. അപ്പൊ അത്രേ ഉള്ളൂ. ടാറ്റാ.